അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. എന്താ മഗ്‌രിബായപ്പം നല്ല ഇടിയും മഴയും എന്താ പറയേണ്ടത്, കറണ്ട് പോകുമെന്ന് ഉറപ്പായി. അപ്പം ഇന്നത്തെ നോമ്പ് തുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിന്നെ രാവിലെ തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് പണി തന്നെയാണ്. സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് സാധനം കൊണ്ടുവന്നത് എടുത്തു വെക്കലും ക്ലീൻ ചെയ്യലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യലേ ഇല്ല. ഇങ്ങനെ ഫോണ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സാധനം കൊണ്ടുത്തരും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുത്ത് വെക്കുക എന്നുള്ളൊരു പണിയാണിപ്പം. എത്രയായി ഇപ്പോൾ പുറത്തൊന്നും പോവാത്തത്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ള ആ ഷോപ്പിൽ നിന്ന് പച്ചക്കറികളും ഫ്രൂട്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി അത് പിന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറി, ഇപ്പം തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഉടനെ തന്നെ അവിടെ കഴുകിയിട്ട് ഇങ്ങനെ ഉണക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും കേടാവുകയില്ല, ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് നടന്നു. കരിവേപ്പിലയും മല്ലിയിലയും ഒരു പശ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പാല് വാങ്ങിയതിൽ നിന്ന് ഒരു പാക്കറ്റ് പാലും ഇപ്പം ചീസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വാങ്ങിയ മൊസറല്ല ചീസ് തീരാനായി. എന്തായാലും അത് ഇപ്പം നോമ്പിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ ഉമ്മ പറഞ്ഞു പുറത്തുനിന്ന് എന്തായാലും വാങ്ങാൻ ഇപ്പം കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചീസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം മെത്തേഡ് തന്നെ, വേറെ പണിയൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലെയുള്ള ചീസ്, നല്ല ഇലാസ്റ്റിക് പോലെയുള്ള ആ ഒരു ചീസായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാല് ഒരു പാത്രത്തിലിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ചൂടാവണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വിനീഗർ ഇട്ട് കൊടുക്കണം. ഒരുപാട് ചൂടായി പോയിട്ട് വിനീഗർ ഇട്ട് കഴിഞ്ഞാൽ അത് പനീറായി പോവും. അപ്പോൾ നമുക്ക് ചീസ് കിട്ടൂല. ചീസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ചൂടാവുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിനീഗർ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പിരിഞ്ഞിട്ട് ചീസ് വേറെ തന്നെ ആയിട്ട് പുറത്ത് വരും. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് അങ്ങനെ അങ്ങ് കോരിയെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് ആ വെള്ളം പിഴിഞ്ഞിങ്ങെടുത്ത് മാറ്റി വെക്കണം. ഇനിയിപ്പം ബാക്കി വരുന്ന ഈ പാലിൻ്റെ ആ ഒരു വെള്ളത്തിൽ കുറച്ചും കൂടെ വിനീഗർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചീസ് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ 2 ടേബിൾ സ്പൂൺ വിനീഗർ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ ഇതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇറക്കി വെക്കണം. അതൊരു 3-4 തവണ അതിൽ ഇറക്കി വെച്ച് പിന്നെയും പിഴിഞ്ഞെടുത്ത് അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചീസ് കിട്ടും. ഇനി ഇതൊരു ഡബയിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം ഞാൻ സ്നാക്കിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. തരി വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്ക്. തരിയെന്ന് നമ്മൾ പറയും റവ, മനസ്സിലാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 1.5 ഗ്ലാസോളം പാൽ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും, ഒരു നുള്ളു എന്നല്ല, ആ തരിക്ക് കണക്കായിട്ടുള്ള ഉപ്പും 1/4 കപ്പോളം റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് റവ മിക്സാക്കി വേവിച്ചെടുക്കണം. റവ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിച്ചു പോകും എന്നുള്ള ആ ഒരു ടെൻഷനൊന്നുമില്ല. നന്നായിട്ട് വിട്ട് വരും. വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ട് വിട്ട് വരും. ഇനിയിപ്പം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇടക്കിടക്കായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കാം. റവ അത്യാവശ്യം വെന്ത് വരുമ്പം നമ്മുടെ ഈ പാനിൽ നിന്നൊക്കെ അങ്ങ് വിട്ട് വരും. ആ ഒരു സമയത്ത് ഞാനിപ്പം 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. കുറച്ചൊരു ക്രിസ്പി ഉണ്ടാവും, പിന്നെ നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു ഇതിന് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. ഇതിപ്പം കണ്ടോ, നമ്മുടെ പാനിൽ നിന്നും നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. റവ നന്നായി മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടാറിയാൽ വേറൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ റവ ഇപ്പം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിനി ഒന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 2-3 പച്ചമുളക് എടുക്കാം.
പിന്നെ ഞാനിതിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളകും റെഡ് ചില്ലി ഫ്ലേക്സും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകും ഈ ഒരു റവയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും സവാളയും എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലും കൊട്ടൊന്നും ഇല്ലാണ്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് ഒന്നങ്ങ് മിൻസ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് കുഴച്ചെടുക്കണം. ഇതിപ്പം ഞാനൊരു വൈറ്റ് കളറിലാണ് ആക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, അതുപോലെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത്, കുറച്ച് മല്ലിപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കണം. ആ ഒരു വെജിറ്റബിൾസും ചിക്കനും എല്ലാ ഭാഗത്തും അങ്ങ് പിടിച്ച് വരുന്ന കണക്കിന് നന്നായി കുഴച്ചെടുത്തിട്ട്, എന്തായാലും ഇത് ഫ്രൈ ചെയ്യാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പം വാങ്ങിയ കറുത്ത മുന്തിരി ജ്യൂസ് അടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗ്രേപ്പ് എപ്പോഴും വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ 1-2 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിലൊരുപാട് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനിപ്പം കഴുകിയെടുത്ത ഗ്രേപ്പ് കുറച്ച് വെള്ളവും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചെടുത്തിട്ട് പിന്നെ ജ്യൂസ് അടിക്കുന്നതായിരിക്കും പച്ചക്ക് ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം സമയം 5 മണിയൊക്കെ ആയി. എന്തായാലും നാസ്തക്ക് വേണ്ടിയിട്ടും സ്നാക്ക് പൊരിക്കാനൊക്കെ ഉള്ള ടൈമായി. അപ്പം നാസ്ത എന്ന് പറയാനൊന്നുമില്ല, മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, ഉഴുന്നും പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചത്. അപ്പോൾ അതിന് മസാല ദോശക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് വെള്ളക്കടലയും കുറച്ച് ഉരുളക്കിഴങ്ങും ഉപ്പും കുറച്ച് വെള്ളം ഇട്ടങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വെന്തതിന് ശേഷം ഒരു മസാല ഉണ്ടാക്കുക. അപ്പോൾ അതവിടെ കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സ്നാക്കിന് വേണ്ടിയിട്ട് തരീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസ്, നമുക്ക് എത്ര വലിപ്പത്തിലുള്ള സ്നാക്കാണോ വേണ്ടത് ആ ഒരു കണക്കിനുള്ള ബോളാക്കി എടുക്കുക. എന്നിട്ട് അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റിക്ക് പോലെ ആക്കിയിട്ടോ ഒക്കെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പം അത് വീണ്ടും ഇന്നലെ ചെയ്ത പോലെ തന്നെ ഒരു റിങ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉഴുന്നുവടൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ബോർഡ് ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് കട്ട്ലേറ്റ് പോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉഴുന്നുവടൻ്റെ പോലെ ഒരു ഹോളിട്ട് കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിലൊക്കെ റോൾ ചെയ്തിട്ട് ഒന്നുകൂടെ റിച്ചാക്കി എടുക്കാം. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുമ്പം ഓയിൽ തടവിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല, നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓയിൽ ജസ്റ്റ് തടവി കൊടുക്കുക. ഇനി ഇതങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1-2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കടലമാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും ഇടണമെന്നില്ല. 1-2 ടേബിൾ സ്പൂൺ ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇടണ്ടൂ കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പം ഉൾഭാഗത്തും വെന്ത് കിട്ടും. എന്തായാലും വെന്ത റവയാണ്, എന്നാലും ആ ഒരു ഇത് കിട്ടണമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് മസാല ദോശക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. സാധാരണ നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല തന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് മസാല ദോശൻ്റെയൊക്കെ. ഒരു പാനിലേക്ക് ഓയിൽ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. കടുകിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ കടലപ്പരിപ്പ് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറ് മാറി വന്ന സവാളയിലേക്ക് ഞാനിപ്പം എന്താ പറയേണ്ടത്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ഉരുളക്കിഴങ്ങും ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബീറ്റ്റൂട്ട് വേണമെങ്കിൽ അതും വേവിച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഗ്രീൻ പീസ് ഞാൻ പിന്നെ വൈറ്റ് കടല ഉള്ളത് കൊണ്ട് ഗ്രീൻ പീസ് എടുക്കാണ്ടിരുന്നതാണ്, ഇല്ലെങ്കിൽ ഗ്രീൻ പീസും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം.
ഈ മസാല ദോശക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാല തന്നെ പല വെറൈറ്റിയിൽ ചെയ്യാം. അതല്ലാണ്ട് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, ചീസ് വെച്ചിട്ട് ചെയ്യാം, നൂഡിൽസ് ഇട്ടിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ഓഫ് മസാല ദോശ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം നോർമലായിട്ട് നമ്മുടെ ആ ഒരു ബേസിക് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ചെയ്യാൻ പെട്ടെന്ന് സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സാക്കി കുറച്ച് മല്ലിയിലേക്ക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ദോശക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ചിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ദോശൻ്റെ മാവ് അരക്കുന്നതൊന്നും ശരിക്കും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചത് കൊണ്ടാണ് ഇതിൽ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ കാണിക്കാത്തതും. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ കിട്ടാനായിട്ട് ചോറ് അധികം ചേർക്കാണ്ട് അരച്ചെടുത്താൽ മതി. ഉഴുന്നും പച്ചരിയും അളവ് വെച്ചിട്ട്, അതായത് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന് എന്നുള്ള കണക്കിന് 1 പിടിയോളം ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചോറ് ചേർക്കാണ്ടാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ കുറച്ച് ചോറ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ദോശ ചുട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചട്നി, പച്ച ചട്നിയും പിന്നെ കുറച്ച് ഈ ഒരു പൊട്ടാറ്റോ മസാലയും അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും അങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ചട്നി വെച്ച് കൊടുക്കാൻ മറന്നുപോയി. ചട്നി ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ആ ഒരു പൊട്ടാറ്റോൻ്റെ മസാല അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പം പല വെറൈറ്റിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ചീസ് ഇട്ടിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ചിക്കൻ പൊരിച്ചതുണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒന്നിനും സമയം കിട്ടിയില്ല. ലാസ്റ്റ് ടൈം ആയപ്പം തിരക്കായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടിയും ഒക്കെ കേട്ടപ്പം എന്തായാലും കറണ്ട് പോകും എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ എല്ലാം ഷടപടേന്നാക്കി അങ്ങനെ സ്പീഡായി. അപ്പോൾ ബാക്കിയുള്ളതും അതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ അതവിടെ ചുടുന്നുണ്ട്. ഞാനവിടെ ഡ്രിങ്ക്സ് ആയിട്ട് മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കിയത്. സാധാ ജ്യൂസാണ്. കറണ്ട് പോകുന്നതിന് മുമ്പ് ജ്യൂസ് അടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാവും. പിന്നെ വെറുതെ തിന്നേണ്ടി വരും ജ്യൂസ് ഇല്ലാണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്, മാങ്ങ സാധാരണ ജ്യൂസ് തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പഞ്ചസാരയും, ഞാൻ പാൽപ്പൊടിയാണ് ഇടുന്നത്. നല്ല ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാലാണെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പം പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1-2 ഗ്ലാസ് വെള്ളവും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് തിക്നെസ്സോട് കൂടിയിട്ട് അടിക്കുന്നതാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. എനിക്കിവിടെ ഒരുപാട് തിക്നെസ് വേണ്ട, കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 1-2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് മാങ്ങ ജ്യൂസ് റെഡിയായി. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ബാക്കിയുള്ളതും ഓരോന്നും ടേബിളിലേക്ക് അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മാങ്ങ ജ്യൂസ് അപ്പാടെ അങ്ങനെ കുടിക്കുന്നതിനെക്കാട്ടിലും ഞാനിപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനും ഇഷ്ടത്തിനും കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട് ഉണ്ട്, അതങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് മാങ്ങ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് അതും മുകളിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഓരോ ഗ്ലാസ്സിലും ഇട്ടിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് ആ ഒരു മാങ്ങ ജ്യൂസിൽ ഈ ഒരു നട്ട്സ് ഇങ്ങനെ കടിക്കുമ്പം. അപ്പോഴേക്കും മഴ നന്നായിട്ട് കൂടാൻ തുടങ്ങി. പിന്നെ ഇടിയും മിന്നലും ഒക്കെ ആയപ്പം കറണ്ട് ആ വഴിക്കങ്ങ് പോയി. നോമ്പ് തുറക്കലൊക്കെ കറണ്ട് ഇല്ലാണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഓൾറെഡി എടുത്ത് വെച്ച കാര്യങ്ങളായതുകൊണ്ട് സമാധാനം. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് തിന്നുമ്പോൾ ഡിപ്പ് ചെയ്ത് തിന്നാൻ വേണ്ടിയിട്ട് മയണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒക്കെ എടുക്കാം. ഞാനിപ്പം ചട്നിയാണ് എടുത്തത്. അടിപൊളി ടേസ്റ്റാണത്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ, ക്രിസ്പി ആയിട്ടുള്ള ദോശയായതുകൊണ്ട് തിന്നാനും അടിപൊളിയായി. അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. പുതിയ പുതിയ റെസിപ്പീസും ട്രിപ്സും വ്ളോഗ്സും റമലാൻ വ്ളോഗ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.